നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഭാരതാംബ വിവാദം നമ്മുടെ നാട്ടിൽ കത്തിപ്പടരുകയാണ്. ഒരു വശത്ത് BJP ആ നിലപാട് കൂടുതൽ ശക്തമായി ഉയർത്തുകയാണ്. എന്നാൽ BJPയുടേതാണ് ഭാരതാംബയെന്നും അത് അംഗീകരിക്കാനാകില്ല എന്നുമാണ് സർക്കാരിൻ്റെ നിലപാട്. കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടി ഒരു വേദിയിൽ നിന്ന് പ്രതിഷേധം രേഖപ്പെടുത്തി ഇറങ്ങിപ്പോയി. ആ വിവാദം അങ്ങനെ തുടരുന്നതിനിടയിലാണ് പുതിയ ഒരു വിവാദം കൂടി ഉയർന്നു പൊങ്ങുന്നത്. ഇന്ത്യയുടെ പതാക കാവിയാകണം എന്ന ഒരു നിലപാടാണ് തനിക്കുള്ളത് എന്ന് BJPയുടെ മുതിർന്ന നേതാവ് N. ശിവരാജൻ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഈ വിവാദം, കൊടിയെ സംബന്ധിക്കുന്ന, ഭാരതാംബയെ സംബന്ധിക്കുന്ന ഈ വിവാദം ഉയർന്നു വന്നത് ബോധപൂർവമാണോ എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് പാലക്കാട് നിന്നാണ് ഈ വിവാദ പ്രസ്താവന വന്നത്. ഇന്ത്യൻ ദേശീയ പതാക കാവിയാക്കണം എന്നാണ് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് മുതിർന്ന നേതാവ് BJPയുടെ N. ശിവരാജൻ പറയുന്നു. അദ്ദേഹം മറ്റ് ചില ആരോപണങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ദേശീയ പതാകയുടേതിന് സമാനമായ രീതിയിലുള്ള പതാകകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ആ ഘട്ടത്തിലാണ് ഈ വിഷയം കൂടുതൽ ചർച്ചയാകുന്നത്. ശ്രീ പ്രസന്നൻ മാളയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ പ്രസന്നൻ, ഇത് എന്ത് തരത്തിലുള്ളൊരു വിവാദത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഈ നമ്മുടെ നാട്ടിലെ പല പ്രശ്നങ്ങളും എന്താ പറയാ, അതിനേക്കാളൊക്കെ ഗുരുതരമായ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് നമുക്ക് പരിഹരിക്കാനും നമുക്ക് നടപ്പിലാക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പൊ ഇത്തരം കാര്യങ്ങളുടെ പുറകെ പോയി കുറെ എന്താ പറയാ നാട്ടില് അസമത്വവും എന്താ പറയാ അസ്വാരസ്യവും ഉണ്ടാക്കാനുള്ള എന്താ പറയാ ഉണ്ടാവുന്നുണ്ട്. ആരും അത് മനഃപൂർവ്വം ചെയ്യണമെന്നല്ല ഞാൻ പറയണേ. ഈ സമൂഹത്തിൽ ഇതൊക്കെ പടരണുണ്ട് ജനങ്ങളിലേക്ക്, അതൊരു വസ്തുതയാണ്. പിന്നെ ഈ അവിടെ ഈ പതാക ഉള്ളതൊക്കെ ഈ മന്ത്രിമാർക്കൊക്കെ അറിയാലോ. പിന്നെയും പോയി ചെന്ന് പിന്നെയും ഇത് ചെയ്തത് എനിക്ക് മനസ്സിലാവില്ല. ആരും അവിടെ വന്നിക്കണമെന്നോ പൂവിടണമെന്നോ നിയമവും നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ ഇതൊക്കെ എന്താ പറയാ, നമ്മളിപ്പോ അതിനെപ്പറ്റി ഇപ്പൊ ഒരു അഭിപ്രായം പറയാം, അനാവശ്യമാണ് ഇതൊക്കെ വിവാദങ്ങൾ. ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കാവുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വ്യക്തമാണ്. ശ്രീ മോഹൻദാസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മോഹൻദാസ്, ഈ വിവാദമൊക്കെ ഉയർന്നു പൊങ്ങിയിട്ടുള്ളത് പാലക്കാട് നിന്നാണ്. താങ്കളുടെ ശ്രദ്ധ അതിലേക്ക് വന്നു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ മോഹൻദാസ്, എങ്ങനെയാണ് ഈ വിവാദത്തെ കാണുന്നത്? ശ്രീ മോഹൻദാസ്. സംസ്ഥാനത്തിന് സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഭരണഘടന പ്രകാരം നമ്മൾ ഗവർണറെ നിയമിക്കുന്നത് ചെയ്യുന്നത്. ഇത് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്ത പോലെയുണ്ട്. പിന്നെ രാജ്ഭവൻ എന്ന് പറഞ്ഞാൽ രാജാവിന്റെ ഭവനമല്ല, ഇത് രാജ്യത്തിന്റെ ഭവനമാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ ശിവൻകുട്ടിയും ബാക്കിയുള്ളതൊക്കെ പ്രതിഷേധിച്ച് തെറ്റൊന്നുമില്ല. ഇപ്പൊ ഇന്ന് ശിവരാജൻ കാണിച്ചത് തലമുതിർന്ന നേതാവ്, നമ്മുടെ പാലക്കാടൻ ഭാഷ പറഞ്ഞാൽ തലതിരിഞ്ഞ നേതാവായി പോയിട്ടുണ്ട് അദ്ദേഹം. എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം ഉണ്ടായിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊരു ജൂനിയർ ഗവർണറെ പോലെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ശരിയൊന്നുമല്ല. കാരണം നമ്മുടെ ശ്രീധരൻപിള്ള സാറ് ഇവിടുന്ന് പോയിട്ടുണ്ടല്ലോ, എന്ത് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? ഒന്നുമില്ലല്ലോ. ഈ തമിഴ്നാട്ടിലും കേരളത്തിലും മാത്രമേ പ്രശ്നമുള്ളൂ. മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഈ കൊടി മാറ്റുന്നതൊന്നുമില്ല. ഇന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു തെറ്റാണ് ഇപ്പോൾ ശിവരാജൻ പറയുന്നത്. നിയമപ്രകാരം എനിക്കെന്താ അറിയില്ല. അതായത് ത്രിവർണ്ണ പതാകയ്ക്ക് പകരം കാവ്യാക്കണം, ഒരു പടി മുന്നോട്ടായി പോയി. അപ്പൊ എന്തായിരിക്കും ഇത്? വിവാദം ഉണ്ടാക്കുന്നത് സർക്കാരൊന്നുമല്ല, ഇവരൊക്കെ തന്നെയാണ് അത്. യെസ്, അതായാലും വ്യക്തമാണ്. ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ്, ഈ ഇന്ത്യൻ പതാക ഒരു പാർട്ടിയുടേതിന് സമാനമായ പതാകയായി, അതുകൊണ്ട് ആ പാർട്ടി ആ പതാക മാറ്റണം എന്ന് ശിവരാജൻ പറയുന്നു. മാത്രമല്ല, പതാക കാവിയാകണം എന്നാണ് തൻ്റെ ആഗ്രഹം എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അധികാരത്തിലിരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പതാക നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റില്ല. അത് നമ്മുടെ വൈകാരികമായ ഒരു ഘടകമാണ് പതാക. നമ്മൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന നമ്മുടെ പതാക, അത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീകമാണ്, രാജ്യത്തിൻ്റെ അഭിമാനമാണ്, രാജ്യത്തിൻ്റെ ശക്തിയാണ്. ആ പതാകയെ ഇങ്ങനെ വിവാദങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ശ്രീ മുഹമ്മദ് മഞ്ചേരി അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അപ്പോൾ തരൂർ സാറും ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിന്നു. അപ്പം ഇംഗ്ലീഷും വേണ്ട,
ഹിന്ദി മാത്രം മതി, പിന്നെ ദേശീയ പതാകയും വേണ്ട. അപ്പോൾ അത് അവരങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ, അത് അവർ ഭരിക്കുമ്പോഴല്ലേ ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള നിലക്കാണ്. 2 വാക്ക് ഇംഗ്ലീഷ് പഠിച്ചിട്ടെങ്കിൽ മതി എന്നുള്ള നിലയ്ക്ക് ഞാനൊക്കെ. ശരി, ഓക്കെ. സുഭാഷ് നായർ എന്നോട് ചോദിക്കുന്നു കാവ്യായാൽ എന്താണ് പ്രശ്നമെന്ന്. നമ്മൾ സുഭാഷേ, ഒരു രാജ്യമെന്ന നിലയിൽ നമ്മളൊരു പതാക ഏറ്റെടുത്തില്ല. അത് ഓരോ പാർട്ടി വരുമ്പോഴും അവരുടെ താല്പര്യത്തിനനുസരിച്ച് മാറാമോ നമ്മുടെ ദേശീയ താല്പര്യങ്ങൾ? നമുക്കൊരു പൊതു താല്പര്യമില്ലേ, അത് സർക്കാരുകൾക്കനുസരിച്ച് മാറുന്നതായിക്കൂടാ എന്നതാണ് പൊതു കാഴ്ചപ്പാട്. സുഭാഷ് നായർ ചോദിക്കുന്നത് കാവ്യായാൽ എന്താണ് പ്രശ്നം എന്നാണ്. ഓക്കെ, സുനിൽകുമാർ എന്നോട് ഒപ്പം ചേർന്നിട്ടുണ്ട്. മനു സാർ നമസ്കാരം എന്ന് പറയുന്നു. ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, ഷാജി കണിയാമ്പറമ്പിൽ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ, അതായത് 1870 ബംഗാളിൽ ജനിച്ചതാണ് ഈ ഭാരത് മാതാ കി 4 കൈ ഉണ്ടായിരുന്നു. ബംഗാളിലെ മ്യൂസിയത്തിൽ ഇപ്പോഴും അതുണ്ട്. അത് RSS ഉണ്ടായതെന്ന്, BJP ഉണ്ടായതെന്ന് പിന്നെ അവരുടെ ആണോ എന്ന് ചോദിക്കുന്നു. അല്ല, അത് ആ ബംഗാളിലെ ഭാരത് മാതാവ് അബനി ആണ് ആദ്യം ഭാരത് മാതാവ്. ഇതൊക്കെ ഞാൻ ആദ്യം തന്നെ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്. അഭിനീന്ദ്ര ടാഗോർ ആണല്ലോ ചിത്രം ആദ്യം വരയ്ക്കുന്നത്. അത് പക്ഷേ ഈ ഭാരത് മാതാവല്ല, അത് വ്യത്യസ്തമായൊരു ഭാരത് മാതാവ്. അത് എന്നോടൊപ്പം ചേരുന്നത് ബിനോയ്. ശ്രീ ബിനോയ്, നമസ്കാരം. ശ്രീ ബിനോയ്, ഇതിനെ എങ്ങനെയാണ് ബിനോയ് കാണുന്നത്? നമ്മുടെ പതാക പാർട്ടികൾക്ക് അനുസൃതമായി മാറ്റുകയാണോ? എന്താണ് നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്? ചില സ്ഥലങ്ങളിലൊക്കെ പാർട്ടികൾക്ക് അനുസൃതമായി പതാകയുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ സോവിയറ്റ് റഷ്യയിൽ അവരുടെ പതാക ആ പാർട്ടിയുടെ പതാകയുമായി ബന്ധപ്പെട്ടതായിരുന്നു. വിയറ്റ്നാമിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് വിയറ്റ്നാമിൻ്റെ സമാനമായ രീതിയിലുള്ള പതാകയാണ് വന്നത്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരമുള്ളിടത്തെല്ലാം അവർക്ക് യോജിക്കുന്ന തരത്തിലേക്ക് ദേശത്തിൻ്റെ പതാക മാറ്റുന്നതിനെ എങ്ങനെയാണ് ബിനോയ് കാണുന്നത്? അല്ല, ഓരോരോ രാജ്യത്ത് അതായത് നിയമങ്ങളുണ്ട്. പക്ഷെ ഞാനും മനുവും ജീവിക്കുന്ന ഈ നാട്ടിൽ നമ്മളെല്ലാം ജന്മം കൊണ്ട് നമ്മളുടെ മുൻഗാമികളും ബിനോയ് ഒരു നിമിഷം തുടരണം കേട്ടോ, ഒറ്റ മിനിറ്റ്. എന്നോടൊപ്പം ശ്രീ A. തങ്കപ്പൻ, അദ്ദേഹം പാലക്കാട് ജില്ലയിൽ DCC പ്രസിഡന്റ് കൂടിയാണല്ലോ. ശ്രീ തങ്കപ്പൻ, ഇത് അങ്ങയുടെ ജില്ലയിലാണ് ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. കാവി പതാകയാക്കണമെന്ന് മുതിർന്ന BJP നേതാവാണ് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രതികരണം വരുമ്പോൾ എങ്ങനെയാണ് അവിടെ ഈ കാര്യങ്ങളെ ജനങ്ങൾ നോക്കിക്കാണുന്നത്? എന്താണ് അതിൽ നിന്ന് ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ താങ്കൾ മനസ്സിലാക്കി? ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നാണ് അറിഞ്ഞത്. അയാളിന്റെ അഭിപ്രായം ഈ ദേശീയ പതാകയിലാണോ കണ്ടത്? വ്യക്തിപരമായിട്ട് അഭിപ്രായം അത് ശരിയല്ലല്ലോ. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണോ BJPയുടെ അഭിപ്രായം നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. പാർട്ടി ഉണ്ടാക്കിയതല്ല. BJPയോട് ചോദിക്കുമ്പം V. മുരളീധരൻ ഒഴിഞ്ഞു മാറി, വേറെ ആരും അത് സംബന്ധിച്ചൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇത് വ്യക്തിപരമായ അഭിപ്രായം തന്നെയായി തുടരാനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം വേറൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ, ഇത് കോൺഗ്രസിൻ്റെ പതാകയാണ് എനിക്ക് തോന്നുന്നു സൂചിപ്പിക്കുന്നത്. അതിനോട് സാമ്യമുള്ളതാണ് ഇന്ത്യൻ പതാക. അപ്പോൾ ഇന്ത്യയുടെ പതാകയോട് സാമ്യമുള്ള മറ്റു പതാകകൾ പാടില്ല, അത് മാറ്റണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ ദേശീയ പതാക 10 വർഷമായിട്ടുണ്ടായതല്ല. ശിവരാജന് തെറ്റുപറ്റിയുണ്ടാവും. അദ്ദേഹത്തിന്റെ ധാരണ ഈ 10 വർഷമായിട്ടാണ് ഇന്ത്യ ഉണ്ടായിരുന്നു. ഇപ്പോഴാ ഈ 10 വർഷമായിട്ട് ഇന്ത്യ സൃഷ്ടിച്ചു എന്നുള്ള ധാരണയിലാണ് മൂപ്പർ പറഞ്ഞത് ദേശീയ പതാക മാറ്റണം. ദേശീയ പതാക ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഇന്ത്യക്കാരുടെ ഒരു വികാരമാണ്. ആ വികാരം നമ്മളെ കണ്ടുപഠിച്ച് ഒരു ക്രിക്കറ്റിൽ തന്നെ ഒരു റൺസ് എടുത്താൽ നമ്മളൊക്കെ ആ ദേശീയ പതാക കുറിച്ച് സന്തോഷിക്കുന്ന കൂട്ടത്തിലാണ് ഓരോ ഇന്ത്യക്കാരും. അതിൽ തൊട്ടിട്ട് സ്വന്തം വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അത് ശരിയല്ല. അത് ഇന്ത്യയുടെ ഓരോ പ്രവർത്തകന്റെ വികാരമാണ്. അത് തൊട്ട് കളിക്കരുത് എന്നാണ് എനിക്ക് പറയാൻ. ഇത് ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, അതൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയാണ് ദേശീയ പതാക പ്രഖ്യാപിക്കുന്നത്. അതെ, ഡോക്ടർ S. രാജേന്ദ്ര പ്രസാദ് നേതൃത്വം നൽകിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയാണ് ഒരു ദേശീയ പതാക തിരഞ്ഞെടുക്കുന്നതിനായി 23 ജൂൺ 1947 തയ്യാറായത്. അതിൽ മൗലാന അബുൽ കലാം ആസാദ് ഉണ്ടായിരുന്നു, സരോജിനി നായിഡു ഉണ്ടായിരുന്നു, ശ്രീ രാജഗോപാലാചാരി ഉണ്ടായിരുന്നു, KM മുൻഷി ഉണ്ടായിരുന്നു, BR അംബേദ്കർ ഉണ്ടായിരുന്നു. അങ്ങനെ രാജ്യത്തിലെ പ്രമുഖരായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നേതൃനിരയാണ് ഈ പതാക രാജ്യത്തിന് നൽകിയത്, അല്ലേ? അതെ. പക്ഷേ ഇത് ബോധപൂർവമുള്ള ഒരു ശ്രമമാണ് എന്ന് ശ്രീ തങ്കപ്പൻ താങ്കൾ കരുതുന്നുണ്ടോ? അതോ ഇത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നുപോയ ഒരു തോന്നുന്നുണ്ട്? എന്താ വെച്ചാല് അദ്ദേഹം ഇവിടെ ജീവിച്ചിരിക്കുന്നത് അറിയിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഫലമാവും തോന്നുന്നു. എനിക്കറിയില്ല. പക്ഷെ എന്തായാലും അത് ആ വാക്ക് ഇന്ത്യയുടെ ജനങ്ങളെ, ഇന്ത്യ സ്നേഹിക്കുന്ന ജനങ്ങളെ വ്രണപ്പെടുത്തുന്ന വാക്കാണ്.
അത് ഒരു കാരണവശാലും ഒന്നുകിൽ അദ്ദേഹം പിൻവലിക്കാൻ ഞങ്ങൾ അദ്ദേഹത്തിന് പരാതി കൊടുത്തിട്ടുണ്ട്. സൊമാലിയ അധികാരികൾ കേസെടുക്കേണ്ടതാണ്. ഈ ഗവൺമെന്റ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. എന്ത് തരത്തിലുള്ള പരാതിയാണ് കൊടുത്തിരിക്കുന്നത്? ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്? അത് അദ്ദേഹം ഈ ദേശീയ പതാകയെ അപമാനിക്കും. ഒരു കാവിക്കൊടിയാകണം ദേശീയ പതാക പറഞ്ഞാൽ തന്നെ മോശമല്ലേ? അപ്പൊ അതിനെതിരെ നിയമ അന്വേഷിച്ചിട്ട് അതിന്റെ പരാതി SP എഴുതി കൊടുത്തിട്ടുണ്ട്. മറ്റു പരിപാടിയായിട്ട് മുന്നോട്ട് പോകും. കോടതിയിൽ പോകാനുള്ളത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എന്തായാലും വളരെ നന്ദി പൊതുവേദിക്കൊപ്പം ചേരുകയും തുടർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതിന്. ബിനോയ് എന്നോടൊപ്പം തുടരുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിനോയ്, കോൺഗ്രസ് അതിനെതിരെ പരാതിയുമായി പോവുകയാണെന്നാണ് പാലക്കാട് DCC പ്രസിഡന്റ് ശ്രീ എ തങ്കപ്പൻ വ്യക്തമാക്കുന്നത്. അത് പതാകയെ അപമാനിക്കലിന് തുല്യമാണ് എന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത് ശ്രീ ശിവരാജൻ അങ്ങനെ ഒരു സാന്ദർഭികമായി പറഞ്ഞതാണോ, അതോ ഇതിന് അപ്പുറത്തേക്ക് അതിനെ കാണേണ്ടതുണ്ടോ, അതോ ഇത് ബോധപൂർവം ഇങ്ങനെ ഒരു അതിനപ്പുറത്തോട്ട് അതിനെ കാണേണ്ടതുണ്ട് മനു. സംഘപരിവാർ കുറെ നാളുകളായി ഈ രാജ്യത്തെ ഹൈന്ദവവൽക്കരിക്കുവാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ശിവരാജനും പറയുന്നത്. ശിവരാജനെതിരെ ജാമ്യമില്ലാ വകുപ്പിട്ട്, അതായത് ദേശവിരുദ്ധ പ്രവർത്തനം നടന്നതിനെ ജാമ്യമില്ലാ വകുപ്പിട്ട് അദ്ദേഹത്തിനെ ഇന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യണം. അത് പിണറായി വിജയന്റെ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. കാരണം അവർ രണ്ടുപേരും ഒന്നാണല്ലോ. അപ്പൊ ഒന്നായിരിക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഈ ശിവരാമനെതിരെ ഒരിക്കലും ജാമ്യമില്ലാത്ത രീതിയിൽ തന്നെ കേസെടുക്കണം. ഇത് ഇദ്ദേഹം പറയും തുടങ്ങി നാളെ കണ്ടവരും കാണുന്നവരും എല്ലാം പറയും. ദേശീയ പതാകയുടെ വികാരം എന്താണെന്ന് BJP-കാരൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. RSS-കാരന് മനസ്സിലായില്ല. കാരണം ഇന്ത്യൻ സ്വതന്ത്ര സമരത്ത് ഇന്ത്യ മഹാരാജ്യത്തെ ഒറ്റയ്ക്ക് കൊടുത്തവരാണ് ഇവിടുത്തെ RSS-കാര്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരാള് പോലും RSS-കാരൻ പങ്കെടുത്തിട്ടില്ല. ആയിരക്കണക്കിന് 10,000-കണക്കിന് എന്റെയും മനുവിന്റെയും ഒക്കെ അപ്പുപ്പമാരും അമ്മുമ്മമാരും ഒക്കെ നേടി ഉണ്ടാക്കിയ രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യവും ഈ ദേശീയ പതാകയും. ഇതിനെയൊക്കെ അവഹേളിക്കുന്നത് BJP-കാരനെ കൊണ്ട് മാത്രമേ പറ്റൂ, പിന്നെ CPM-കാരനെ കൊണ്ടും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വ്യക്തമായി ഞാൻ പറയുന്നു, അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം. അദ്ദേഹത്തിനെ ഇന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യണം. ഇത് ദേശവിരുദ്ധത പ്രഖ്യാപനമായിട്ടാണ് ശിവരാജൻ കാണുന്നത്. അപ്പൊ ശിവരാജനെ പോലെ ഉള്ളവനെ BJP-യിൽ നിന്നും RSS-ൽ നിന്നും പുറത്താക്കണം. അത് ഒരു പൊതുജന അഭിപ്രായം. ഞാൻ പറയുന്നത് എന്റെ മാത്രമല്ല, കോൺഗ്രസിൻ്റെതല്ല, പൊതുജനമായിട്ട് ഇന്ത്യ എന്ന വികാരം നമുക്ക് ലോകത്ത് എവിടെ പോയാലും. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം, അന്തരംഗമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നരമ്പുകളിൽ എന്ന ആ വെള്ളത്തോളിന്റെ കവിവാക്ക് ഇപ്പോൾ നാം ഓർത്തു പോവുകയാണ്. ഇതുപോലെയുള്ള BJP-കാരനെ വിവരമില്ലാത്തവന്മാരെയൊക്കെ കൗൺസിലറാക്കിയ അവിടെയുള്ള ജനാധിപത്യ വിശ്വാസികളുണ്ടല്ലോ, അവരെന്ത് പാപം ചെയ്തെന്ന് അവർ ആലോചിക്കേണ്ടിയിരിക്കുന്നു മനു. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം അരുന്ധതി ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു. ഓക്കെ, അരുന്ധതി നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണ്. ഞാൻ നമസ്കാരം പറയുന്നു. ഹെനൻ ഹരിദാസ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹെനൻ ഹരിദാസിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം എൻ്റെ ആരോഗ്യവും സുഖവിവരങ്ങളും ഒക്കെ എപ്പോഴും അന്വേഷിക്കുന്ന ആളാണ് ഹെനൻ ഹരിദാസ്. അപ്പോൾ കാവിക്കൊടി RSS കൊടിയല്ല, അത് ഹിന്ദു മതത്തിലുള്ളതാണ്. എൻ്റെ ഹിന്ദു മതം ജന്മം കൊണ്ട നാടാണ് ഭാരതം. അപ്പോൾ ഇവിടെയല്ലേ കാവിക്കൊടി വേണ്ടത് എന്ന് ഹെനൻ ചോദിക്കുന്നു. ഓക്കെ, ഈ ചർച്ചയാണല്ലോ ഇപ്പോൾ അത്യാവശ്യം. ഇന്നലെ രാത്രിയിൽ ഒരു കുടുംബം നടുത്തെരുവിൽ ഇതിനെക്കുറിച്ച് ചർച്ച എന്താണ് ചെയ്യാത്തത്? കാരണം ചാനലുകൾ നിലനിൽക്കണമെങ്കിൽ അത്തരം കോർപ്പറേറ്റ് കമ്പനികളുടെ പരസ്യം വേണം എന്ന് ദേശ് ഭക്ത് പറയുന്നു. ഞങ്ങൾ ന്യൂസ് 18-നെ കുറിച്ച് അറിഞ്ഞിട്ടാണോ ഈ ദേശ് ഭക്തി ഇത് വളരെ ഞങ്ങൾ നിലനിൽക്കണമെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികൾ വേണം എന്നൊക്കെ പറയുന്നത്? ഓക്കെ, കൊള്ളാം. ഏതായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ല, എല്ലാ വാർത്തകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ഘട്ടങ്ങളിൽ ഒരു സമയത്ത് ഒരു വിഷയമായിരിക്കും ചർച്ച ചെയ്യുക. അപ്പോൾ ഇതല്ല പ്രധാനം, അതാണ് പ്രധാനം എന്ന് പറയേണ്ട. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കൊടിയെ സംബന്ധിച്ചൊരു വിവാദം പ്രധാനപ്പെട്ടതല്ലേ? ഈ രാജ്യത്തിൻ്റെ ജനസാമാനം, ഈ ജനത ഇവിടുത്തെ ഈ വിഷയത്തിൽ ഒട്ടും പ്രതികരിക്കേണ്ടെന്നാണോ നിലപാട്? ഇവിടുത്തെ മനുഷ്യർ ഈ വിഷയം കണ്ടില്ല എന്ന് നടിക്കണം എന്നാണോ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ചർച്ച ചെയ്യേണ്ടാത്തൊരു വിഷയമാണ്. ഈ പതാക ഈ ദേശ് ഭക്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയുമില്ലാത്ത ഒന്നാണോ? അതോ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഭാരതത്തിൻ്റെ പ്രതീകമാണോ ഈ പതാക? ഇവിടുത്തെ സാമാന്യ ജനതയ്ക്ക് ഈ പതാകയുമായി യാതൊരു ബന്ധവുമില്ലേ? ഇത് ചർച്ച ചെയ്യാതിരിക്കാൻ മാത്രം ഒരു സാധാരണ സംഭവമാണോ? ദേശ് ഭക്ത്
ഇത് എങ്ങനെയാണ് കാണുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. സുനിൽകുമാർ പറയുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം ഭാരതത്തിൽ എല്ലാവർക്കും ഉള്ളതല്ലേ, അത് ചിലർക്ക് മാത്രമേ ഉള്ളൂ എന്നാണ്. അല്ല, അഭിപ്രായ സ്വാതന്ത്ര്യമല്ല ഇവിടെ. നമ്മുടെ ദേശീയ പതാകയൊക്കെ കുറിച്ച് പറയുമ്പോൾ അത് കുറേ കൂടി ഗൗരവത്തിൽ നമ്മൾ കാണണം. കാരണം അത് ദേശത്തിൻ്റെ ഒരു പ്രതീകമാണ്. അപ്പോൾ എന്തും അഭിപ്രായം വിളിച്ച് എനിക്കൊരു അഭിപ്രായമുണ്ടെന്ന് കരുതി ഈ നാടിൻ്റെ അഭിമാനം സ്തംഭങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് എന്തും വിളിച്ചു പറയാനുള്ളൊരു അധികാരം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ദേവദാസ് മയ്യനാടിൽ നിന്ന് എന്നോട് ഒപ്പം ചേരുന്നു. ശ്രീ ദേവദാസ്, കേൾക്കാമോ? ദേവദാസ് മയ്യനാട് എന്നാണ് വിളിക്കുന്നത്. മയ്യനാട് എന്ന് പറയുമ്പോൾ ഏത് ജില്ലയിൽ നിന്നാണ്? കൊല്ലം മയ്യനാട്. ഓക്കെ, ഓക്കെ. ശ്രീ ദേവദാസിന് ഈ വിഷയം കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഇത് ഒരു പ്രേക്ഷകൻ എനിക്ക് എഴുതി ഇതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ഒരു ദേശീയ പതാകയെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? നമുക്ക് അതൊരു തർക്ക വിഷയമാകുമ്പോൾ ദേശീയ പതാക എന്ന് പറഞ്ഞത് ഇപ്പൊ കാണുന്നത് എന്താ ഇപ്പൊ ഈ പറയുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ 4 പാർട്ടിക്കാരില്ലേ? BJP ഉണ്ട്, അല്ല കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്. 4 പേർക്കും 4 കൊടിയെടുത്തോടെ കൊടുക്കുക, 4 പേരുടെ കയ്യിലും കൊടുക്കുക, 4 കൈയില്ലേ? ഇന്ത്യയിൽ 100 കണക്കിന് പാർട്ടികളുണ്ട്. അങ്ങനെ എല്ലാ പാർട്ടികളുടെയും കൈ അല്ല ഇത് കാണാന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇതൊക്കെ കണ്ടും കേട്ടും ഇരിക്കുന്ന ജനങ്ങളെന്ന് പറഞ്ഞാൽ വെറും വിഡ്ഢികളെന്നുള്ള രീതിയിലാണ് ഇവിടെ ഈ സമീപനങ്ങൾ. വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക, വോട്ടിന് വേണ്ടി എന്തും ചെയ്യാവുന്ന എന്ത് കാണിക്കാന്നുള്ളത് രീതികളാണ് ഇവിടെ വാക്കുകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും വരുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്ന കൊടി പിടിച്ചിട്ട് നിൽക്കുന്നത് പറഞ്ഞാൽ ഏത് കൊടിയാണ് അവിടെ വേണ്ടത് എന്നുള്ളത് അറിയാമല്ലോ. പിന്നെ എന്തിനാ അവിടെ വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അതിനകത്ത് വലിച്ചഴിക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. വ്യക്തമാണ്. ശ്രീ ദേവദാസിന്റെ പ്രതികരണം കൃത്യവുമാണ്. നൂറുദ്ദീൻ എന്നോടൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്നാണ്. നൂറുദ്ദീൻ, ഹലോ സാർ. നൂറുദ്ദീൻ, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത അവിടുത്തെ ഒരു കണ്ണൂരിൽ താങ്കളുടെ ആ വിഷയമൊക്കെ ഇന്നലെ SDPIക്ക് എതിരായിട്ട് പറയുമ്പോ അതിന്റെ നേരെ എതിർവശത്തുള്ള ഒരു സാധനമായിട്ടാണ് ഇന്ന് കാണുന്നത്. ഇത് ഈ 2 വർഗീയതയാണ് ഈ നാടിന്റെ ആപത്ത്. ഇവര് നമ്മളൊക്കെ മനസ്സിലാക്കിയെടുക്കുക, ഗാന്ധിജീനെ വെടിവെച്ച് കൊന്നവരാ. ഈ രാജ്യത്തിന്റെ ശാന്തിയും സമാധാനം നമ്മളൊക്കെ ശരിയായ ഒരു പ്രവാചകനായിട്ട് കാണുന്ന ഒരു ഗാന്ധിജി എന്ത് ദ്രോഹം ചെയ്തിട്ട് ഭഗവത്ഗീത മുറുകെ പിടിച്ചിട്ട് റാം എന്ന് വിളിച്ച ഗാന്ധിജി ആ ഹിന്ദുത്വം വരട്ടെ. ഈ രാജ്യത്ത് ഹിന്ദുത്വം എന്ന് പറയുന്ന ഇവർ പറയുന്ന ഹിന്ദുത്വം എന്ത് ഹിന്ദുത്വ? കപിലന്റെ, കണാദന്റെ, മാധവന്റെ, ചൈതന്യന്റെ, തുക്കാറാമന്റെ, തുളസീദാസന്റെ ഒക്കെ ഇന്ത്യ അല്ലേ ഇത്? കൃഷ്ണദ്വൈപായന, വേദവ്യാസ മഹർഷിയുടെ ഇന്ത്യ അല്ലേ ഇത്? ഈ രാജ്യത്താണ് ഇവര് കാവിക്കൊടി നമുക്ക് ഈ കാവിക്കൊടിക്ക് എന്ത് അർഹതയാണ് ഇവർക്കുള്ളത്? ഇവരെ വിശ്വാസം എന്താണ്? കാപട ഹിന്ദുത്വം കൊണ്ട് ഈ രാജ്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ ഇതാ ഇന്ന് DYFI ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ കാണാൻ പോവുകയാണ്. യുവമോർച്ച ശവമോർച്ചയാണെന്ന ഒരു ലക്ഷണം കാണുന്ന ഇന്നൊക്കെ. എന്താണ് ഇവരൊക്കെ പോക്കെങ്ങോട്ടാണ് സാർ? ഈ രാജ്യത്ത് ഈ രാജ്യത്തിനെ കുറിച്ച് നമുക്കൊക്കെ വിദേശത്ത് പോകുമ്പോ മനസ്സിലാകുന്ന ഒരു എംബസിന്റെ മുന്നിൽ അവിടെയൊക്കെ ദേശീയ പതാകയൊക്കെ കാണുമ്പോ നമ്മളൊക്കെ ഇവര് ജനനീ ജന്മഭൂമിച്ച സ്വർഗാതപീകരിയസി എന്ന് പറയുകയും പ്രവർത്തനം ഇതുമാകുമ്പോ നമ്മളൊക്കെ എന്താ മനസ്സിലാക്കേണ്ട ഇവരെയൊക്കെ? അപ്പൊ ഇങ്ങനത്തെ ഈ രാജ്യത്തിനെ എങ്ങോട്ടാ കൊണ്ട് എത്തിക്കുന്ന ഈ 2 വർഗീയത വ്യക്തമാണ്. നമ്മൾ മനസ്സിലാക്കണ്ടേ. അതായത് താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ കണ്ണൂരിൽ നിന്നാണ് ശ്രീ നൂറുദ്ദീൻ ചേർന്നത്. ഓക്കെ, ഫാദർ സാമുവൽ നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകരാണ്. പക്ഷേ ഫാദർ സാമുവൽ എന്തുകൊണ്ട് കുറേ ദിവസം പൊതുവേദിയിലേക്ക് വിളിച്ചില്ലെന്ന് ഞാനിങ്ങനെ ആശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പക്ഷേ ഗുഡ് ഈവനിങ്. തിരക്കിലായിരുന്നോ ശ്രീ ഫാദർ സാമുവൽ? എനിക്ക് കിട്ടുന്നില്ല, അതിന് കിട്ടാറില്ല. ഏതായാലും അങ്ങ് ഞങ്ങളോടൊപ്പം സ്ഥിരം കാണുന്നു, പ്രതികരിക്കാൻ തയ്യാറാകുന്നു എന്നത് വലിയ സന്തോഷം. അപ്പോ ഏതായാലും ഇന്ന് ലൈൻ കിട്ടി. പ്രതികരണം ഞാൻ മുമ്പ് പറഞ്ഞതാ. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഭാരതാമ്മയുടെ ആ ചിത്രത്തെ ആരാധിക്കാൻ പാടില്ല. നമ്മൾ ഭാരതാമ്മയെ ബഹുമാനിക്കാൻ മാത്രമേ ചെയ്യുള്ളൂ. മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കുന്ന പോലെ ബഹുമാനിക്കാൻ മാത്രമേ പാടുള്ളൂ. ഒന്നത്. രണ്ടാമത് പതാക ഇപ്പം എന്ന ഇഷ്യൂ ആണ്. ഈ ഇഷ്യൂ ആരംഭിച്ചത് ഗവർണറുടെ ഓഫീസിൽ നിന്നാണ്. അപ്പൊ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും രാഷ്ട്രീയ നേതാക്കന്മാരും മുൻകൈ എടുക്കണം. അവര് ഗവർണർ കാണണം.
ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ തക്കവണ്ണം ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നതിനെ കുറിച്ച് ചിന്തിക്കണം. അല്ലെങ്കിൽ ഇത് തെരുവുകളിൽ വലിയൊരു അക്രമ സ്വഭാവത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. രണ്ടു കൂട്ടരും ഇത് വലിയ പ്രശ്നമാക്കിയിട്ട് തെരുവിലൊരു യുദ്ധത്തിന് സമാനമായ അന്തരീക്ഷത്തിൽ പോകുന്ന ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഗവർണറെ കണ്ട് ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നതിനെ കുറിച്ച് ഒരു ചർച്ച തന്നെ നടത്തി തീരുമാനം കൈക്കൊള്ളണം. അതാണ് എൻ്റെ അഭിപ്രായം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഷാജി കണിയാമ്പറമ്പിൽ നമ്മുടെ നൂറുദ്ദീനെ അഭിനന്ദിക്കുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ കൃത്യമാണ്. അപ്പോൾ നൂറുദ്ദീൻ്റെ വാക്കിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ സന്തോഷ് വെള്ളരിക്കുണ്ടിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. സന്തോഷ്, കുറേ ദിവസമായല്ലോ സന്തോഷം പൊതുവേദിയിലേക്ക് വിളിച്ചിട്ടില്ലേ? സന്തോഷേ, ഞാൻ കുറച്ച് ദിവസമായി വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ലേ? ഫോൺ കിട്ടുന്നില്ല. നമസ്കാരം സാറേ. നമസ്കാരം. പിന്നെ എനിക്ക് ഇതിൽ പറയാനുള്ളത്, കേരളം ഇത്രയും നല്ലൊരു നാട്, വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായിട്ടും ഒരു കുഴപ്പമില്ലാതിരുന്ന ഈ നാടിനെ ഈ വർഗീയവൽക്കരിച്ച് ഇതൊരു പ്രാന്താലയാക്കാനുള്ള ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ തന്നെ കലാപം തുടങ്ങിയിട്ടുണ്ട്. ലാത്തിചാർജും കുഴപ്പങ്ങളും എല്ലാം തുടങ്ങി. ഇത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ആപത്തുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ വരുമ്പോൾ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കണ്ണൻ ആലപ്പുഴയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ കണ്ണൻ. സാർ, ശ്രീ കണ്ണന് ഈ തർക്കങ്ങൾ കാണുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? ഇത് ബോധപൂർവം ഉണ്ടായ ഒരു തർക്കമാണോ, അതോ സ്വാഭാവികമായി ഇങ്ങനെ രണ്ട് ആശയങ്ങളിൽ വിശ്വസിക്കുന്നവർ തമ്മിൽ സൈദ്ധാന്തികമായി ഉണ്ടാകുന്ന ഒരു ഏറ്റുമുട്ടലാണോ? എങ്ങനെയാണ് ശ്രീ കണ്ണൻ ഈ വിഷയത്തെ കാണുന്നത്? സാർ, ഇപ്പം നമ്മുടെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഭാരതാമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ഇപ്പോൾ ഇതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ RSSകാരുടെയാന്ന് പറയുന്നത്. അത് ഇപ്പം പിന്നെ ഇപ്പൊ അമ്മ എന്ന് വിളിക്കുന്നവർക്ക് അമ്മാന്നാക്കാം, ഉമ്മ എന്ന് വിളിക്കുന്നവർക്ക് ഉമ്മാന്നാക്കാം, അല്ലെ മമ്മീന്ന് വിളിക്കുന്നവർക്ക് മമ്മീന്നാക്കാം. പിന്നെ ഈ നമ്മൾക്ക് ഇപ്പം പറഞ്ഞ കണക്ക് ഇത് ഈ നമ്മളുടെ വികസനവും നമ്മളുടെ നാടിന്റെ താല്പര്യവുമാണ്. ഇപ്പൊ ഇതൊരു വിഷയമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പതാക, നമ്മുടെ ദേശീയ പതാക ഇപ്പൊ ഭാരതാംബയുടെ കൂടെ വെക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പിന്നെ ഈ രാഷ്ട്രീയപരമായിട്ട് ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ് ഇതിൽ പ്രശ്നം. ശരി, വ്യക്തമാണ്. ഓക്കെ, കൃഷ്ണൻകുട്ടി മണിമലയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ കട്ടായിപ്പോയി, അതുകൊണ്ട് കൃഷ്ണൻകുട്ടിക്ക് മുഴുവിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവിടെ ടെലിഫോൺ അത് അവിടുത്തെ പ്രശ്നമായിരുന്നോ ഇവിടുത്തെ പ്രശ്നമായിരുന്നോ ശ്രീ കൃഷ്ണൻകുട്ടി? നമസ്കാരം. നമസ്കാരം. അന്ന് ഞാൻ വിളിച്ചത് BSNL ലൈൻ വഴിയാണ്. BSNLന്റെ സർവീസ് വളരെ മോശമാണ്. അവരിപ്പോ മെച്ചപ്പെട്ടു, ലാഭത്തിലായി എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ നമുക്ക് ലാഭമൊന്നുമില്ല, എന്തായാലും നമുക്കതുകൊണ്ട് ലാഭമൊന്നുമില്ല. ഇപ്പൊ ഞാൻ വിളിക്കുന്ന വേറെ നമ്പറിൽ നിന്നാ. അതെയോ? ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതിനു മുമ്പ് വിളിച്ച ഒരു പ്രേക്ഷകൻ പറഞ്ഞത് പിണറായിയും ഇവരെല്ലാം ഒന്നിച്ചൊരു ഒറ്റ കൈയാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഒരാൾ പറഞ്ഞല്ലോ. അങ്ങേർക്ക് ഒരു മറുപടി കൊടുത്തിട്ട് ഈ വിഷയത്തിലേക്ക് വരാം. അതായത് 1948 ബാബറി മസ്ജിദിനകത്ത് രാമവിഗ്രഹം കൊണ്ട് വെച്ച കാലം മുതൽ അത് പൊളിച്ച് അമ്പലം പണിയുന്നിടം വരെ ഈ BJPക്കും സംഘപരിവാറിനും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം ഒത്താശ ചെയ്ത സംഘപരിവാറിന് ഒത്താശ ചെയ്ത കോൺഗ്രസ്സുകാരാണ് ഇപ്പൊ പറയുന്നത് പിണറായിയും BJP ഒന്നിച്ചാണെന്ന്. അത് വളരെ തെറ്റാണ്. ശിലാന്യാസിന് വരെ ഗേറ്റ് തുറന്നു കൊടുത്ത് രാജീവ് ഗാന്ധി ആയിരുന്നു. അവസാനം അമ്പലം പണിയുന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധിയൊക്കെ പറഞ്ഞു തന്ന എന്തൊക്കെയാണെന്ന് എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സഹോദരന്മാരോട് പറയുകയാണ്, ഈ പിണറായിയെയും CPM-നെയും ഇടതുപക്ഷത്തിനെയൊന്നും അവരുമായിട്ട് കൂട്ടിക്കെട്ടാൻ നോക്കണ്ട. അവരുമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ കച്ചവടം നടത്തിയിട്ടുള്ളത് നിങ്ങളൊക്കെ തന്നെയാണ്. അതാണ് വിഷയം. പിന്നെ നമ്മുടെ ഈ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാല് ഈ കാവിക്കൊടി പിടിപ്പിക്കുന്ന ഒരു സ്ത്രീരൂപം വെച്ചിട്ട് അതിൽ നാട്ടുകാരെല്ലാം പോയി വണങ്ങണമെന്ന് പറയുന്നത് അതിക്രമമാണ്. ഈ ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പം അവരുണ്ടാക്കുന്നത് എന്താന്ന് വെച്ചാല് ഈ അമ്മയെന്ന് പറയുന്ന ഒരു വിഗ്രഹം അല്ലെങ്കിൽ സങ്കല്പം അല്ലെങ്കിൽ യാഥാർത്ഥ്യം ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഭയങ്കര വികാരമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ അമ്മയെന്ന് പറയുന്നതും മറ്റുള്ളവരുടെ അമ്മയെന്ന് പറയുന്നതും വളരെ ബഹുമാനമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിനെ മുതലാക്കാൻ വേണ്ടി അവര് ഒരു ഗൂഢശ്രമം നടത്തുകയാണ് ഈ ഭാരതാംബ എന്നുള്ള അമ്മ സങ്കല്പത്തിലൂടെ ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ശ്രീ കൃഷ്ണൻകുട്ടി, ഞാൻ ഇപ്പൊ ഈ അങ്ങ് പറഞ്ഞ ഇതിന് ഏതാണ്ട് ഇതേ ആർഗ്യുമെന്റിന് ഒരു മറുപടി മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പ്രതിപാദിക്കുകയാണ്.
ഭാരതമാംബ വിഷയത്തിൽ BJP നേതാവ് വി മുരളീധരൻ പറയുന്നത് അത് കേരളത്തിൽ 2 മന്ത്രിമാർ നടത്തിയത് കോപ്രായങ്ങളാണ്. തങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സ്ത്രീയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി എന്നാണ് അവർ പറഞ്ഞത്. സ്ത്രീയോടാണ് ഇവർക്ക് വൈരാഗ്യം, കൊടിയുടെ നിറത്തിലല്ല അവരുടെ തർക്കം, ഭാരതാംബ എന്ന സങ്കല്പത്തോടാണ് എന്നാണ് വി മുരളീധരൻ്റെ പരിഹാസം. വി മുരളീധരൻ പറഞ്ഞത് ഈ പറഞ്ഞ ഗവർണറുടെ വിവരക്കേടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുരളീധരൻ അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ. മറ്റുള്ള നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചും ഈ CPM-നെ സംബന്ധിച്ചും ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചും സ്ത്രീ എന്ന് പറയുന്നതും അമ്മയെന്ന് പറയുന്നതും എല്ലാം വളരെ ബഹുമാനപൂർവ്വം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് സ്ത്രീ രൂപം എന്ന് പറഞ്ഞ പിന്നെ സ്ത്രീ രൂപമല്ലേ അവിടെ വെച്ചിരിക്കുന്നത്, പുരുഷ രൂപമല്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ സങ്കല്പങ്ങളിലൂടെ ഇവരിങ്ങനെ പോയി കഴിയുമ്പോൾ ഈ പറഞ്ഞ സ്ത്രീ എന്ന് പറയുന്ന അമ്മ സങ്കല്പത്തിനെ അവർ ഉപയോഗിക്കുന്ന വേറൊരു രീതിയിൽ ഉപയോഗിക്കുന്നു. നമുക്കറിയാമല്ലോ, ഗോമാത എന്ന് പറയുന്നത് എന്തിനാ പറയുന്നത്? ഗോവിന്റെ കൂടെ മാതാ ചേർത്ത് കഴിയുമ്പം അത് ബഹുമാനിക്കേണ്ട കാര്യമായിട്ട് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ ചെന്നെത്തും? എനിക്ക് തോന്നുന്നു ഇവരിനി അശോക സ്തംഭത്തിന് പകരം ഷൂവിനെ ബഹുമാനിക്കാൻ പഠിക്കണമെന്ന് പറയും. പിന്നെ ഭരണഘടന മാറ്റിയിട്ട് മനുസ്മൃതിയാക്കും. അതുപോലെ ഈ പിന്നെ പാലിന് പകരം ഗോമൂത്രം കുടിക്കാൻ പറയും. ഈ ദേശീയ പതാകയ്ക്ക് പകരം കാവ്യ വെക്കാൻ പറയും. ഇങ്ങനെ പറഞ്ഞ് ഇതൊക്കെ എങ്ങോട്ടാ പോവുക? നോക്കൂ, നമുക്ക് നമ്മുടെ തന്നെ ആൾക്കാര് ഗവർണർമാരായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടല്ലോ. ശ്രീധരൻപിള്ളയും പിന്നെ ആനന്ദബോസും ഒക്കെ. ഇവരൊക്കെ ഈ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ടോ അവിടെ? അങ്ങനെ ഒരു വാർത്തയും നമ്മൾ കാണുന്നില്ലല്ലോ. പിന്നെ ഇവരെന്തിനാ ഇത് കാണിക്കുന്നത്? ഇവര് കാണിക്കുന്നത് പ്രത്യേകിച്ച് ഈ പ്രബുദ്ധ കേരളത്തിൽ വന്നിട്ട് ഈ കോപ്രായം കാണിച്ചാൽ എനിക്ക് തോന്നുന്നു പകുതി BJP-ക്കാർ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. ബോധമുള്ള ഒരു BJP-ക്കാരൻ പോലും സപ്പോർട്ട് ചെയ്യില്ല. മറ്റുള്ളവരുടെ കാര്യം വിട്. അതുകൊണ്ട് ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നൊന്നുമില്ല. കുറെ ദിവസം ഇതിങ്ങനെ ചവിട്ടിക്കുഴച്ച് കൊണ്ട് നടക്കും. അതോടെ ഇതങ്ങ് അവസാനിക്കും. അത്രേ ഉള്ളൂ. മുഹമ്മദ് ഖാൻ പോയത് അറിയാമല്ലോ. അതിനപ്പുറമായിരിക്കും ഈ അർലേക്കർ ഈ കേരളത്തിൽ നിന്ന് പോകുന്ന സമയം. അത്രയ്ക്ക് മോശമാണ് ഇയാളുടെ പെരുമാറ്റങ്ങൾ. അതുകൊണ്ട് കേരളം ഒന്നടങ്കം എല്ലാ രാഷ്ട്രീയമൊന്നും നോക്കാതെ ഒന്നടങ്കം ഇതിനെ ശക്തിയുക്ത എതിർക്കണം. ഇപ്പൊ ഈ കാര്യങ്ങൾ നമ്മുടെ ഗവർണറുടെ ചുമതലകളെ പറ്റിയിട്ട് പാഠപുസ്തകത്തിൽ ചേർക്കാൻ തീരുമാനിച്ചേക്കുന്ന വളരെ നല്ല കാര്യമാണ്. പിള്ളേർ ചെറുപ്പം മുതലേ ഭരണഘടനയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വരണം. പഠിക്കാത്തവരാണ് ഇതൊന്നും അറിയാത്തവരും പഠിക്കാത്തവരാണ് ഈ കുഴപ്പമില്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പാഠപുസ്തകത്തിൽ ചേർക്കാൻ തീരുമാനിച്ചേക്കുന്നത് നല്ല കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഗവർണറുടെ എല്ലാ ഇതുപോലുള്ള കോപ്രായങ്ങളെല്ലാം ശക്തിയായിട്ട് എതിർക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഈ പുതിയ ഗവർണർ വന്നപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു ഇത് തർക്കമുണ്ടാകില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നു. ഇത് ഇപ്പം ആ പ്രതീക്ഷയൊക്കെ പോയോ? ജീവിതത്തിൽ ആദ്യം കാണുമ്പോഴും നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവും. അത് മാനസിക സ്വഭാവമാണ്. അതിനുശേഷമാണ് ഈ ആന്റിയോട് അടുക്കുമ്പോഴാണ് മാങ്ങയുടെ പുളി അറിയുന്നതെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ. ഇതിനു മുമ്പ് ഇദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഗവർണറായിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. അവിടെ ഇതൊന്നും കാണിച്ചായിട്ട് നമ്മുടെ വാർത്തയിലില്ലല്ലോ. പിന്നെ ഇവിടെ മാത്രം കാണിക്കാമെന്ന് അങ്ങനെ അവിടെ കാണിച്ചായിട്ട് നമ്മുടെ വാർത്തയിൽ എവിടെയെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ലല്ലോ. ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇങ്ങനെ ബോധോദയം ഉണ്ടായതാരാ? കേരളത്തിലെ വിവരമില്ലാത്ത BJP-ക്കാർ വലിയ ഇങ്ങനെ ഉപദേശിച്ച് കാണും ഇങ്ങനെ ഒരു കുഴപ്പം ഇവിടെ ഉണ്ടാക്കാവുന്ന. അത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം കാണുമ്പോൾ നമ്മൾ ആൾക്കാരെ ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ മനുഷ്യ സ്വഭാവമാണ്. അത്രേ ഉള്ളൂ അതിനകത്തെ കാര്യം. പക്ഷെ ഇങ്ങനെയാണ് കാര്യങ്ങൾ തെളിഞ്ഞു വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെമ്പ് തെളിയുക എന്ന് പറയില്ലേ? ഇപ്പൊ ചെമ്പ് തെളിഞ്ഞ് വരുന്നുണ്ട്. സ്വഭാവം എന്താണെന്ന് മനസ്സിലായി വരുന്നുണ്ട്. അതുകൊണ്ട് എതിർക്കേണ്ടതിനെ എതിർക്കും. തീർച്ചയായിട്ടും എതിർത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് കേരളം ഒന്നടങ്കം എതിർക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഉണ്ണികൃഷ്ണൻ കണ്ണൂരിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ഉണ്ണികൃഷ്ണൻ കണ്ണൂർ നഗരത്തിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലേ? അതെ അതെ. ഞാൻ ഓർക്കുന്നു, കണ്ണൂർ നഗരത്തിലാണ് താമസം എന്നൊക്കെ എന്നോട് പറഞ്ഞത്. ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ അത് മറന്നുപോയി. അല്ലേ? സ്ഥലം എവിടെയായിരുന്നു? കണ്ണൂർ ചെറുപുഴയാ സാറേ. ചെറുപുഴ നഗരമല്ല. ചെറുപുഴ ജില്ല. ഓക്കെ. യെസ്. അപ്പോൾ ശ്രീ ഉണ്ണികൃഷ്ണൻ, ചെറുപുഴയിൽ നമുക്ക് ധാരാളം നമ്മുടെ സ്കറിയ ഒക്കെ ഉണ്ട്. ചെറുപുഴയിൽ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകർ നിറയുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് പൊതുവേദിയുടെ പ്രിയപ്പെട്ട സ്കറിയുണ്ട് അവിടെ. സ്കറിയ എന്നെന്താണോ വിളിച്ചില്ലേ? സാധാരണ അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ വിളിക്കുന്നതാണ്. അപ്പോൾ ശ്രീ ഉണ്ണികൃഷ്ണൻ, ഈ വിഷയം ഈ പതാക മാറ്റണം, കാവ്യ പതാകയാക്കണം എന്ന് ശ്രീ N. ശിവരാജൻ പറയുമ്പോൾ അത് ഈ രാജ്യത്ത് നേരത്തെ കാവ്യ പതാകകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വളരെ നിഷ്കളങ്കമായ ഒരു തോന്നലിൽ നിന്ന് അത് വന്നു എന്നാണോ, അതോ അത് ബോധപൂർവമായ ഒരു നീക്കമാണോ? എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? അദ്ദേഹം ഒരു BJP-യുടെ നേതാവായതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി അതൊരു വാർത്തയാവും. അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ പേര് ഒരുപാട് പ്രാവശ്യം പറഞ്ഞല്ലോ, ചർച്ച ചെയ്തല്ലോ. മറിച്ച് അത് നടക്കാത്തൊരു കാര്യമാണ്. നമുക്കൊരു നാഷണൽ ഫ്ലാഗ് ത്രിവർണ്ണ പതാകയാണ്.
അതുള്ളൊരു സമയത്ത് പിന്നെ എന്തായാലും പിന്നെ രണ്ടാമതൊരു പതാകയെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമേ ഉദിക്കുന്നില്ല. ഹലോ, കേൾക്കുന്നു. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായി വരികയാണ്. ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. ഓക്കെ, പൊതുവേദി തുടരുകയാണ്. അപ്പോൾ ഹിന്ദുക്കൾ ഭാരതാംബയെ ആരാധിക്കും എന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. ഓക്കെ, അത് അവരുടെ ഇഷ്ടമാണ്, ആരെ വേണമെങ്കിലും ആരാധിക്കാം. ന്യൂ തിങ്കർ പറയുന്നു നേമത്ത് MLA ആയ ചേട്ടന് ഭാരതാംബ ഹറാമാണ് എന്ന് പറയുന്നു. ഓക്കെ, ഇവാനിയോസ് പറയുന്ന കൃഷ്ണൻകുട്ടി സ്പോക്ക് വെൽ എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണൻകുട്ടിക്ക് പിന്തുണയാണ് ചിലർ അർപ്പിക്കുന്നത്. രഘുനന്ദനൻ പറയുന്നു മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്ന് നാളെ പറയും എന്ന് പറയുന്നു. ഓക്കെ, ഭാരതാംബ എന്നത് നല്ലത് തന്നെ. അത് ഭാരത ജനതയെ ഒറ്റ മക്കളെപ്പോലെ കരുതുന്ന ഒരു ആശയമാണ്. പക്ഷേ രാജ്ഭവൻ പോലുള്ള ഔദ്യോഗിക ഇടങ്ങളിൽ ഇങ്ങനെ ഫോട്ടോ വെക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നോട് ശ്രീജിത്ത് പറയുന്നു. മോൺസാക്ക് പറയുന്നു ഇവിടെ കരുതിക്കൂട്ടി കുഴപ്പങ്ങളുണ്ടാക്കി ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഉള്ളൊരു അജണ്ടയാണ്, ഇതിൽ ആരും വീണു പോകരുത് എന്ന് പറയുന്നു. സ്വന്തം അമ്മയെ ആരും സ്ത്രീ എന്ന് വിളിക്കാറില്ല, അമ്മ എന്ന പൊതുവേദി തുടരുകയാണ്. തങ്കച്ചൻ എന്നോടൊപ്പം ചേരുന്നത് മോഹമയിൽ നിന്നാണ്. ശ്രീ തങ്കച്ചൻ, ഈ ഇന്ത്യൻ പതാക മാറ്റണം എന്ന് പറയാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ? ഹലോ, കേൾക്കാമോ സാറേ? കേൾക്കാം. പിന്നെ ദേശീയ പതാക മാറ്റണമെന്ന് പറയാൻ ആർക്കും തന്നെ അധികാരമില്ല. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് സാറേ, പിന്നെ ഭ്രാന്ത് വന്നവന് ചങ്ങലക്കിടും, ചങ്ങലക്ക് ഭ്രാന്ത് വന്നാൽ എന്ത് ചെയ്യാനാ സാറേ എന്ന് പറഞ്ഞ പോലെയാണ് ശിവരാജന്റെ കാര്യം. ശിവരാജന് എനിക്ക് തോന്നുന്നത് ശിവരാജൻ ഒരു പിന്നെ സംവരണ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലേ സാറേ? സംവരണ മണ്ഡലോ? ഹലോ, സംവരണ മണ്ഡലോ അല്ലേ ശിവരാജൻ മത്സരിച്ചത്, നിയമസഭയിലേക്ക് മത്സരിച്ചത്? അല്ല, അതേ ഒരു കൗൺസിലറാണ്. ആ സംവരണ മണ്ഡലം ഒന്നല്ല. സംവരണ മണ്ഡലം ഇതുമായിട്ട് എന്ത് ബന്ധം? അല്ല, കാരണം എന്ന് പറഞ്ഞാൽ ശിവരാജനെ പോലുള്ളവനെ ഇറങ്ങി നടക്കാൻ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം മേടിക്കാൻ വേണ്ടി ഈ പതാക പിടിച്ചുകൊണ്ടാണ് ഗാന്ധിജിയും നെഹ്റു അടക്കമുള്ളവർ സമരം ചെയ്തത്. അതൊന്നും ശിവരാജൻ അറിയാമേല. ശിവരാജനൊക്കെ തലയ്ക്ക് ഓളം വന്നിരിക്കുകയാണ്. ഇതിനൊക്കെ ഊളം പാറക്കൊണ്ടിടണം സാറേ. ശരി, നമ്മൾ വ്യക്തിപരമായ ഒരു അധിക്ഷേപത്തിലേക്ക് പോകണം. ഓക്കെ, എസ് അജയ്കുമാർ എന്നോടൊപ്പം ചേരുന്നു, ചങ്ങനാശ്ശേരി. ശ്രീ അജയ്കുമാർ, കേൾക്കാം. എനിക്ക് തോന്നുന്നു എന്തോ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്. ശിവദാസൻ ബാലരാമപുരത്ത് നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ശിവദാസൻ, കേൾക്കാമോ? ഹലോ, നമസ്കാരം സാർ. ഹലോ, കേൾക്കാമോ? കേൾക്കാം സാറേ. നമ്മുടെ ഇന്ത്യയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയില്ല. കാരണം നമ്മളെ ജനങ്ങളെ സൂക്ഷിക്കേണ്ട ആൾക്കാർക്ക് നമ്മൾ ഭരണം കൊടുത്തു, മുമ്പറാക്കി MLA ആക്കി മന്ത്രിയാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ പോയാൽ ഇന്ത്യയുടെ പോക്ക് എങ്ങോട്ടെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിലില്ലാത്ത വിഷയം, കേരളത്തിലെ മാത്രം കാലങ്ങളായി ഈ ഹിന്ദുവിന്റെ കൊടിയും BJPയുടെ പേരും പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടിക്ക് ഈ വിഷയം മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. വേറെ ഒരു സ്റ്റേറ്റിലും വരുന്നില്ല. ഇവിടെ മാത്രമാണ് ഇത്തിരി ഇഷ്യൂ ഉണ്ടാക്കുന്നത്.
അപ്പൊ കേരള ജനതയുടെ ഉത്തരവാദിത്വവും മര്യാദയും ബോധവും ഒക്കെ ഇവിടെ പോയി. നമുക്ക് ആരുണ്ട് ഇവിടെ? ഇവരൊക്കെ നേതൃത്വം മറികടക്കാൻ ആരുണ്ട്? ഇതിന് എന്താ ഇവരുടെ ഉദ്ദേശം എന്താണ്? നമ്മൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി രാജ്ഭവനിൽ പോയി ഒരു ഫോട്ടോ ഇരുന്ന് കണ്ടു, അല്ലെങ്കിൽ അവിടെ കുറി ഇരുന്ന് കണ്ടു. ഒരു മാസക്ക് മുമ്പേ ഉള്ള വിഷയമാണ്. നമ്മൾ അത് എടുത്ത് സർച്ച് ചെയ്ത് ഇറക്കി സർച്ച് ചെയ്ത് വീണ്ടും തുപ്പിയിട്ടിട്ട് എന്തെല്ലാം വിഷയം ഉണ്ടായി. സാർ ഞാൻ ചോദിക്കട്ടെ സാറേ, എന്നോട് ക്ഷമിക്കണം. ഈ വിലക്കയറ്റത്തിനെതിരായിട്ട് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഈ കേരളത്തിൽ ഈ സമയത്ത് നിങ്ങൾ ഈ നിലമ്പൂർ പ്രശ്നം പല പ്രാവശ്യങ്ങൾ എടുത്തിട്ടു. ഈ ഒരു നേരം ആഹാരത്തിന് വേണ്ടി 500 നോട്ട് മാറിയാൽ എന്ത് വാങ്ങണമെന്ന് നെട്ടോട്ട് ഓടുന്ന ഈ കേരളത്തിൽ ഒരു ദിവസം നിങ്ങൾ അതിനെതിരായിട്ട് ഒരു പ്രോഗ്രാം നിങ്ങൾ പൊതുവേദിയിൽ വെച്ചോ? നിങ്ങളുടെ ഉദ്ദേശം എന്തിനാണ്? നിങ്ങളുടെ ഉദ്ദേശം പൊതുജനങ്ങൾക്ക് വേണ്ടി കാര്യം പറയുമ്പോൾ നല്ല കാര്യങ്ങൾ പറയാൻ നോക്കണം സാറേ. ഈ രാജ്യത്തിന്റെ പതാക അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തിന്റെ പതാക ശ്രീ ശിവദാസനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല അല്ലേ? അത് മാറ്റണമെന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് വന്ന് ഉദ്ഘോഷിക്കുകയാണ്, ഈ പതാക മാറ്റണം എന്ന് പറയുമ്പോൾ അത് ശിവദാസനെ സംബന്ധിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വിലക്കയറ്റത്തെ കുറിച്ച് അല്ല ഞാൻ ചോദിക്കുന്നത്, അല്ല ഇവിടെ ഈ വിലക്കയറ്റത്തെ കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ, വിലക്കയറ്റത്തെ കുറിച്ച് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ആരാണ്? മാധ്യമങ്ങളല്ലേ. വിവര പട്ടിക ഉൾപ്പെടെയുള്ള വാർത്താ കാര്യങ്ങൾ ഏറ്റവും അധികം കൊണ്ടുവന്നിട്ടുള്ളത് മാധ്യമങ്ങളിൽ. ഇത് കേട്ടാൽ തോന്നും വിലക്കയറ്റത്തെക്കുറിച്ചും അല്ലെങ്കിൽ വെള്ളമില്ലാത്തതിനെക്കുറിച്ചും കുടിവെള്ള ലഭ്യതക്കുറവിനെക്കുറിച്ചും റോഡുകളുടെ ഗതാഗത പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ ഈ നാടിനെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് മാധ്യമങ്ങൾ വഹിച്ച പങ്കിനേക്കാൾ വേറെ ആരെന്ത് പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ ഇതല്ല ചർച്ച ചെയ്യേണ്ടത്. അതൊരു നല്ല തന്ത്രമാണ്. ആ തന്ത്രം അത് കയ്യിൽ വെച്ചാൽ മതി. അത് നല്ല തന്ത്രമാണ്. ഏതെന്നറിയുമോ, നിങ്ങൾക്ക് മറുവാക്കില്ലാതാകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട്. ഇതാണോ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത? ഞാൻ ചോദിക്കുന്നു, ഞാൻ പറയുന്നു, ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇത് തന്നെയാണ്. എന്റെ ദേശീയ പതാക എന്റെ അഭിമാനമാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഒരു കാര്യമുണ്ടോ? ശ്രീ ശിവദാസൻ പറ, ഈ രാജ്യത്തിന്റെ ദേശീയ പതാകയേക്കാൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടോ? പിന്നെ അതല്ലേ പ്രധാനം. അപ്പൊ അങ്ങ് വന്ന് വാക്കില്ലാതാവുമ്പോ നേരെ വന്ന് അല്ല ഇതിന്റെ അല്ല സമയമൊക്കെ ധാരാളം ഉണ്ട്. നമ്മള് ഇന്ന് വൈകുന്നേരം ലോകമൊന്നും അവസാനിക്കില്ല. നമുക്ക് ധാരാളം സമയമുണ്ട്. അല്ല അങ്ങനെ വേണ്ട. ആ കള്ളത്തരം, ആ തട്ടിപ്പ് അത് പൊതുവേദിക്കകത്ത് നടക്കില്ല. അത് ഇവിടെ കൊണ്ടുവന്ന് ചെലവാക്കാൻ നോക്കണ്ട. അത് നിങ്ങൾ ആദ്യമായിട്ട് പ്രയോഗിക്കുന്നില്ല. ഞാൻ ഈ പണി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. നിങ്ങളെപ്പോലെ ഒട്ടനവധി ആളുകൾ കൊണ്ടുവന്ന് ഇത് ചെലവാകാതെ തിരിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു നോട്ടാണ് ഈ ആർഗ്യുമെന്റ്. ശിവദാസനത് കേൾക്ക്, ഞാനും കൂടി പറയട്ടെ. അങ്ങ് പറഞ്ഞു കേട്ടല്ലോ, ഇനി തർക്കിക്കുന്ന എന്തിനാ? ഞാൻ തുടർന്ന് നിർത്തുമെന്നാണോ താങ്കൾ വിചാരിച്ചിരിക്കുന്നത്? എനിക്ക് ശ്രീ ശിവദാസന്റെ കാര്യം മനസ്സിലാക്കണം. അങ്ങും ഈ തർക്കം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആ വോളിയം കുറയ്ക്കാൻ അറിയാഞ്ഞിട്ടില്ല. പക്ഷേ ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയട്ടെ എന്ന് പറയുന്നത്. സന്തോഷം, കട്ട് ചെയ്തു പോയി എന്നവർ. അപ്പോൾ ഒരു കാര്യം എനിക്കിഷ്ടമല്ല, എനിക്കതിൽ പ്രത്യേകിച്ച് മറുപടിയില്ല. അപ്പോൾ ഇതല്ല ചർച്ച ചെയ്യേണ്ടത്. ഇന്ന് രാവിലെ എന്തെങ്കിലും സാധനത്തിൻ്റെ വില കയറിയോ? വിലക്കയറ്റം ഉണ്ടാകുന്ന ഘട്ടങ്ങളിലെല്ലാം അത് വാർത്താമാധ്യമങ്ങളിൽ ഏറ്റവും അധികം നിറയുന്നുണ്ട്. കുടിവെള്ള പ്രശ്നമുണ്ടാകുമ്പോൾ അത് നിറയുന്നുണ്ട്. മഴ പെയ്ത് പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ ജനജീവിതം, സാമാന്യ ജനത ഈ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അവിടെയെല്ലാം ഞങ്ങൾ ഓടിയെത്തുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് ഇത് എന്തോ വലിയ മഹാ അപരാധം ചെയ്യുന്നുണ്ട്. എൻ്റെ രാജ്യത്തിൻ്റെ കൊടിയെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യേണ്ടതെന്നാണോ? ശ്രീ ഉണ്ണികൃഷ്ണൻ കൂടി എന്നോടൊപ്പം ചേരുന്നു, പോത്തൻകോട് നിന്ന്. ശ്രീ ഉണ്ണികൃഷ്ണൻ കുറേ ദിവസമായി പൊതുവേദിയിൽ കണ്ടിട്ട് വീട് കേടുപാടുകൾ പറ്റി എന്ന് എന്നോട് അന്ന് പറഞ്ഞിരുന്നു. അത് നേരെയാക്കിയോ? എന്താ സംഭവിച്ചത്? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. നമസ്കാരമുണ്ട്. നമസ്കാരം. വീട് ശരിയായില്ല? ഒന്നും ആയില്ല, അതുപോലെ തന്നെ നടക്കുന്നത്. നമ്മൾ പിന്നെ ഇപ്പൊ ടാപ്പയൊക്കെ വലിച്ചു കെട്ടി തൽക്കാലം അതിലങ്ങ് ഒതുങ്ങി. മഴ വെള്ളം ഇരിക്കുകയാണെങ്കിൽ വെള്ളം എടുത്ത് കുടിച്ചേ. എനിക്ക് സാധാരണ അർജുൻ എന്നൊരു പയ്യൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അർജുൻ നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റാഫാണ്. അപ്പോൾ അർജുൻ സാധാരണ എനിക്ക് ഇത്തരം ഘട്ടങ്ങളിൽ ചൂടുവെള്ളം കൊണ്ട് തരുന്നതാണ്. ഇപ്പോൾ ഈ ഫ്ലോറിന്ന് മാറിയപ്പോൾ അത് മറന്നുപോയി കാണും അർജുൻ. അല്ലേ, ആ വെള്ളം കുടിച്ചില്ലെന്നുണ്ടെങ്കിൽ ശരീരം കൂടെ നോക്കണം. ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വെടിമരുന്നുകൾ വരുന്നോണ്ടേ ശ്രദ്ധിക്കണം നമ്മള്. പിന്നെ ഇതിനെ കുറിച്ച് വീടിന്റെ കാര്യം ഒന്നും ആയില്ല. വീടിന്റെ കാര്യമൊക്കെ എഴുതി പോയിരിക്കുന്നതേ ഉള്ളു. അതിന് കളക്ടായിട്ട് പോയിട്ടൊക്കെ തിരിച്ചു വരണം. അപ്പൊ അത് വർഷങ്ങൾ എടുക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും അറിഞ്ഞൂടാ. കിട്ടാൻ കുറെ നാളെടുക്കും. അതവിടെ നിൽക്കട്ടെ. ഇത് പിന്നെ ഇപ്പോഴത്തെ നമ്മളെ ഈ വിഷയം എന്ന് പറയുമ്പോ നമ്മളിന്ന് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ മുഴുവനായിട്ടും
നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്നതെല്ലാം ഒന്നും നേരിട്ട് കണ്ടതും കേട്ടതൊന്നും അല്ല. ഒരു വിശ്വാസം മാത്രമാണ് എല്ലാം ഒരു വിശ്വാസമാണ്. നമ്മളിപ്പോ അയ്യപ്പനെ ആയാലും ദേവി ആയാലും ഭഗവാനെ ആയാലും അള്ളാഹെ ആയാലും പിന്നെ ഏത് മതത്തിലുള്ള ഏതും വിശ്വസിക്കുന്ന ഒരു വിശ്വാസം മാത്രമാണ്. ഇതുവരെയെങ്കിലും ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുള്ള ഈ ആൾദൈവങ്ങളല്ലാതെ മറ്റുള്ള എന്തെങ്കിലും ഒരു വിഗ്രഹങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പിന്നെ വിശ്വാസം, വെറും വിശ്വാസം മാത്രമാണ്. ഇതും അങ്ങനെ കൂട്ടിയാൽ മതി, ഒരു വെറും വിശ്വാസമായിട്ട് കൂട്ടിയാൽ മതി. വിശ്വസിക്കുന്നവർ മാത്രം വിശ്വസിച്ചാൽ മതി. ഇവിടെ ഏതെല്ലാം മന്ത്രിമാരും MLA മാരും ഗുരുവായൂർ പോയിട്ടുണ്ട്, പിന്നെ ആറ്റുകാലിൽ പോയിട്ടുണ്ട്, ഈ പിന്നെ ശബരിമലയിൽ പോയിട്ടുണ്ട്. ഇതുവരെയെങ്കിലും അവർ കൈയെടുത്ത് അവർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തൊഴുകയോ അവിടുന്ന് കൊടുക്കുന്ന പ്രസാദമായിട്ട് അവർ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കുറച്ചുപേരൊക്കെ അതിന് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ അവർ വിശ്വസിക്കണ്ട, നിർബന്ധമല്ല. അവർ ചൊവ്വയെയും അല്ലെങ്കിൽ പിന്നെ ലെനിന്റെ മറ്റവരെയൊക്കെ വിശ്വസിക്കുന്നതിൽ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടാ? മറ്റുള്ളവർക്ക് ഇന്നത് വേണമെന്ന് നിർബന്ധം പിടിച്ചാൽ ആരും പറയുന്നില്ലല്ലോ. അതിലൊന്നും കാര്യമല്ല. ഇപ്പൊ RSSകാരാണ് ഇപ്പൊ ഇതിനെ വെച്ച് പൂജിക്കണമെങ്കിൽ അത് പൂജിപ്പിച്ചോട്ടെ. പിന്നെ നമ്മളെ രാജ്ഭവനിൽ വെച്ച് ഇത് ചെയ്യുന്നത് ആ മനുഷ്യൻ അദ്ദേഹത്തിന് പിന്നെ അതാണ് താല്പര്യമെങ്കിൽ അദ്ദേഹം ചെയ്തോട്ടെ. മന്ത്രിമാരെ കൊണ്ട് പോകണ്ട, മന്ത്രിമാരല്ലെങ്കിൽ മന്ത്രിമാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കണ്ട. അദ്ദേഹത്തിന് ഗവൺമെന്റിന്റെ കാര്യങ്ങൾ അവിടെ നിന്ന് കഴിയുന്നത് മാറ്റി നിർത്തണം. ഈ തെരുവിൽ കിടന്ന അടികൾ കൂടി മണ്ടകൾ വളർന്ന് യവനൊക്കെ വീട്ടിൽ ചെല്ലുമ്പം സ്വന്തം തള്ളയ്ക്കും തന്തയ്ക്കും ഇല്ലാതാവേയുള്ളൂ. ഇന്ന് തന്നെ ഓരോന്നിനെ പിന്നെ പോലീസ് പിടിച്ചു വെച്ചു കൊടുത്ത് ഇടിച്ച് കട്ടേമുട മടക്കണുണ്ട്. ഇവരൊക്കെ നാണോ മാനോ ഇല്ലേ? ഇതിന്റെയൊക്കെ പേരും പറഞ്ഞ് 4 വോട്ടിന് വേണ്ടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത് എടുത്ത് പിന്നെ RSSന്റെ മണ്ടേ പതിച്ചു വയ്ക്കുമ്പം അടുത്ത് വരുന്ന ഒരു പിന്നെ ആൾക്കാർക്ക് തൃപ്തിയാവും. ഞങ്ങൾ ഇവരെ എതിർത്താണ് ഇവിടെ നിൽക്കുന്നതെന്നുള്ള ഒരു ബോധ്യം. 10 വോട്ടിന് വേണ്ടിയുള്ള നമ്പരാണെന്നേ. ഇതൊക്കെ ഗവർണർ അടുത്ത് നാട്ടിലുണ്ടെങ്കിൽ നേരിട്ട് മുഖ്യമന്ത്രി എടുത്തോ അല്ലെങ്കിൽ പിന്നെ ആരടുത്തെങ്കിലും പോയി ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു നോക്കിയേ. ഒന്നും ചുക്ക് നടക്കില്ല. കേന്ദ്രത്തിൽ പിന്നെ അവിടെ ചെന്നിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞാൽ ഇതെല്ലാം ചെയ്യുന്നവരാണ് ഇരിക്കുന്നത്. ഇതൊക്കെ വെറും വിഡ്ഢികളാക്കാൻ വേണ്ടി കാണിക്കുന്ന മഹാമണ്ഡത്തരം. അതിന്റെ കൂടെ കുറെ എണ്ണം തെരുവിൽ കിടന്ന് സ്വന്തം തള്ളയും തന്തയും പിന്നെ കഷ്ടപ്പെട്ട് തീറ്റയും കൊടുത്ത് ഒരു പരിവാക്കി വിടുമ്പോ ചെന്ന് കിടന്ന് ഇടികൾ വാങ്ങിക്കുന്ന കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ശരി, വ്യക്തമാണ്. ഓക്കെ, മറ്റു പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഉണ്ണികൃഷ്ണന് പിന്നെ കൈയൊക്കെ അങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. സുനിൽകുമാർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിനോട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തിമാൻ പറയുന്നത് ഒരു കാര്യം, കാവി ഉടുക്കുന്നവരോട് വോട്ട് വേണ്ട എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് ധൈര്യമുണ്ടോ എന്നതൊക്കെ അവരുടെ പാർട്ടിക്കാർ പറയേണ്ട കാര്യമാണ്, എനിക്കതിൽ അറിയില്ല. ഓക്കെ, സ്വന്തം അമ്മയെ ആരും സ്ത്രീ എന്ന് വിളിക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത പ്രേക്ഷക ശ്രീമതി ജയയാണ്. ശ്രീമതി ജയ കേൾക്കാമോ? എനിക്ക് തോന്നുന്നത് ഈ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം സംഭവിച്ചു എന്നാണല്ലേ? നമസ്കാരം ശ്രീമതി ജയ, ടെലിഫോൺ ലൈനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇല്ല, നമുക്ക് കുഴപ്പമൊന്നുമില്ല. 2-3 ദിവസം വിളിച്ചിട്ട് എനിക്ക് കിട്ടുന്നുമില്ലായിരുന്നു. അതെയോ? നിങ്ങളുടെ ഫോണൊന്ന് ചെക്ക് ചെയ്യാൻ പറ. ആണോ? അത് നോക്കാം ഞാൻ എന്താ സംഭവിച്ചതെന്ന്. എനിവേ, ദേശീയ പതാക വിവാദമാക്കണ്ടെന്ന് പറയുന്നവർക്ക് ഏതെങ്കിലും തർക്കമുള്ളവരെ, കാരണം ദേശീയ പതാക 3 കളറുള്ള ദേശീയ പതാക ഇന്ത്യയുടെ അഭിമാനമാണ്. അത് മാറ്റണമെന്നൊക്കെ പറയുന്നതൊക്കെ എന്തുതരം തിങ്കിങ്ങാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രായമായതുകൊണ്ട് മന്ത്രി ശരിയല്ലാത്തതുകൊണ്ടും പറഞ്ഞതായിട്ട് അങ്ങനെ നമുക്ക് വിചാരിക്കാം. ഒരു സത്യം വിചാരിച്ചാലും നമ്മുടെ ഇന്ത്യ. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു ശ്രീമതി ജയയുടെ ടെലിഫോണിന് എന്തോ പ്രോബ്ലം സംഭവിച്ചു. ശ്രീ ഷാജി ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന് അല്ലേ? ശ്രീ ഷാജി. ഹലോ. ശ്രീ ഷാജി കുറച്ച് ദിവസമായി കൊല്ലത്ത് നിന്നല്ലേ വിളിക്കുന്നത്? ശ്രീ ഷാജി കേൾക്കാമോ? ഞങ്ങളുടെ ഫോണിനാണ് കുഴപ്പമല്ലേ? അതിവിടെ ഒരു തവണ എന്തോ കുഴപ്പം കണ്ടെത്തിയത്. ശ്രീ ഷാജി, ഈ തർക്കങ്ങളെ കുറച്ച് ദിവസമായല്ലോ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്. ഞാൻ വിളിക്കാറുണ്ടായിരുന്നു, പിന്നെ ചിലപ്പോൾ പലപ്പോഴും കിട്ടുന്നില്ലായിരുന്നു. ഇന്നലെയൊക്കെ ശ്രമിച്ചായിരുന്നു, ഇന്നലെ കിട്ടിയില്ല. ഓക്കെ, അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് ഈ പിന്നെ ഈ പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആണ് ഈ കുട്ടപ്പൻ ചേട്ടന് പണ്ട് സിപി പള്ളിപ്പുറം എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്, 2 വരി. കുട്ടപ്പൻ ചേട്ടന് മക്കളില്ലാഞ്ഞിട്ട് ചക്കക്കുരുവിനെ ദത്തെടുത്തു, കുട്ടപ്പൻ ചേട്ടന് മക്കൾ ഉണ്ടായപ്പോ ചക്കക്കുരുവിനെ ചുട്ടുതിന്നു. BJPയുടെ രാഷ്ട്രീയ ലൈൻ എന്ന് പറയാൻ അതാണ്. അവർക്ക് അധികാരം കിട്ടുന്നതിന് വേണ്ടി അവർ എല്ലാവരെയും സമീപിക്കും.
അതുവരെ ജനാധിപത്യം, സ്നേഹം, സാഹോദര്യം എല്ലാം പറയും. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും നമ്മൾ എടുക്കാം. ഓരോ സമുദായ അടിസ്ഥാനത്തിൽ തന്നെ അവർ സമീപിക്കുന്ന കാര്യങ്ങൾ, അതിനുശേഷം ആ ഓരോ സമുദായത്തോട് അവർ എടുക്കുന്ന നിലപാടുകൾ എല്ലാം വ്യക്തമാകാം. അത് എൻ്റെ ഒരു പ്രതിഫലനമാണ് ശിവരാജനും ഇവിടെ കാണിച്ചത്. കാരണം അവർക്ക് അധികാരം കിട്ടിയപ്പോൾ ആദ്യമേ ആ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആ മന്ദിരത്തിന്റെ മുകളിൽ കാണിച്ചു കൂട്ടിയത് എന്താണെന്ന് നമ്മൾ കണ്ടു. അപ്പോ ഇതെന്ന് പറയുന്നത് ഇത് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ, പല സംസ്ഥാനങ്ങളിലും പിടിച്ചടക്കിയതിന് ശേഷം അവരുടെ കുത്തക സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പിന്നെ അവർ മൊണോപ്പൊളി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ അക്രമം കാണിക്കാമോ അതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പല രീതിയിൽ നമ്മൾ വ്യക്തമാണ്. ഇവിടെ വളരെ സാഹോദര്യവും പിന്നെ മാനുഷിക മൂല്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ കയ്യിലൊക്കെ അധികാരം നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് മറ്റ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളുടെ മറ്റൊരു പ്രതിഫലനം കേരളത്തിൽ ഉണ്ടാകും എന്ന് കേരളത്തിലെ ജനത ഇതൊക്കെ കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പരിധിവരെ അവരെ പിന്നെ അകറ്റി നിർത്തിയിരിക്കുന്നത്. അതിന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പിന്തുണ വളരെ കാര്യമായിട്ടുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറയാം, കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ചേട്ടൻ കാര്യമായിട്ട് അത് വിശദീകരിച്ച് കഴിഞ്ഞു. ഈ ബിനോയ് എന്ന് പറയുന്ന സഹോദരൻ പിന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അദ്ദേഹം എപ്പോഴും ഈ പശുവിനെ ചാരി പോത്തിനെ തല്ലുന്ന ഒരു സ്വഭാവമാണ് ഉള്ളത്. ഇതിന്റെ ഇടയ്ക്ക് കൂടെ CPM-നെ ഇട്ടൊരു കൊട്ടിയിട്ട് പോയി. എന്തായാലും ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്, ഇന്ന് മുഖ്യമന്ത്രിയും മരുമോനും എന്നുള്ള പദം അദ്ദേഹം പ്രയോഗിച്ചില്ല. അപ്പൊ ഇത്തരത്തില് ഇതാണ് അദ്ദേഹം എവിടെയെങ്കിലും കൊണ്ടുവന്ന് അവസാനം കൊണ്ടുവന്ന് കെട്ടുന്നത് ഇതിനകത്താണ്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് BJP-യെ സപ്പോർട്ട്, ഈ അടുത്ത കാലത്ത് തന്നെ സംഭവം തന്നെ എടുക്കാം. ഈ VD സതീശനൊക്കെ നിലമ്പൂര് വന്ന് BJP-ക്കെതിരെയൊക്കെ ഭയങ്കരമായിട്ട് RSS-നെതിരെയൊക്കെ പിന്നെ പിണറായിയെയും ഗോവിന്ദ മാഷയെ കുറ്റം പറയിട്ട് നേരെ പോയത് സുരേന്ദ്രനും ഒക്കെ വിളിച്ചു കൊടുക്കുന്ന മുദ്രാവാക്യം ഏറ്റു വിളിക്കാൻ തിരുവനന്തപുരത്താണ്. അപ്പൊ അതൊന്നും മറന്നു പോകരുത്. അപ്പോ ചരിത്രങ്ങൾ പറഞ്ഞാൽ ഒരുപാടുണ്ട്. പിന്നെ കോൺഗ്രസ് പലതരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പിന്നെ ബാബറി മസ്ജിദ് പൊളിക്കാനും അതുപോലെ തന്നെ അതിനുശേഷമുള്ള അമ്പലം കെട്ടാനും ഒക്കെ പിന്നെ സഹായിച്ചതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്, അതൊന്നും ഓർമ്മിപ്പിക്കരുത്. അതൊക്കെ ഒരു പേടി ദുസ്വപ്നമായിട്ട് പിന്നെ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ജനാധിപത്യ മതേതര വിശ്വാസികൾ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളൊരു ബോധം കൂടി ഈ പറയുന്നവര് ഓർക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, വ്യക്തമാണ്. ഓക്കെ, ശ്രീ ബിജി തിരുവല്ലയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബിജി കേൾക്കാമോ? എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ടെലിഫോൺ പ്രോബ്ലം ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കണം ആളുകൾക്ക് ഇത് കണക്റ്റ് ആകാത്തത്. ഓക്കെ, നമുക്കതെന്താന്ന് പരിശോധിക്കാൻ നമുക്ക് ഒരു സാങ്കേതിക വിദഗ്ധൻ്റെ സഹായം തേടണം. ഓക്കെ, ദീപു നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ദീപു, മനു ക്ലിയർ ആണല്ലോ അല്ലേ? മനു ക്ലിയർ ആണ്. അപ്പൊ നമ്മുടെ ഫോണിന്റെ കുഴപ്പമല്ല മനു. അല്ല, എനിക്ക് ഇതിനകത്തൂടെ കോള് നിങ്ങൾ അവിടെ സംസാരിക്കുന്നത് ഇവിടെ കേൾക്കുമ്പം മറ്റേ പൊട്ടിത്തെറിച്ചോണ്ടാണ് കേൾക്കുന്നത്. എനിവേ ഇപ്പം ക്ലിയർ ആണ്. എനിവേ ഈ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മനു, നമ്മുടെ രാജ്യത്തിന്റെ പതാകയെ കുറിച്ച് നമുക്ക് സംസാരിക്കണ്ടേ? നമുക്ക് സമരം ചെയ്യണ്ടേ? അതിനെതിരെ കാവിക്കൊടിയോ അല്ലെങ്കിൽ നീ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവരുടെ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ചുള്ള ഒരു കൊടിയോ കൊണ്ടുവന്നാൽ നമ്മൾ സമരം ചെയ്യണം. സമരം ചെയ്യും. സമരം ചെയ്യുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ തല പൊട്ടിത്തെറിച്ച് അവന്റെ കട്ടയും പടവും മടങ്ങി അവന്റെ അച്ഛനും അമ്മയ്ക്കുമാണ് കുഴപ്പമെന്നൊക്കെ ഈ വീരവാദം അടിക്കുന്നവര് ഈ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുമ്പം അതിനു മുമ്പ് തല പൊട്ടിച്ച് കട്ടയും പടമൊന്നും മടക്കിയില്ലേ ആരും? എന്നിട്ട് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? സമരം ചെയ്തിട്ട് നമ്മുടെ അധികാരങ്ങൾ നേടിയിട്ടില്ലേ? അവകാശങ്ങൾ നേടിയിട്ടില്ലേ? അപ്പൊ കട്ടയും പടം മടങ്ങി തല പൊട്ടിയെന്നും പറഞ്ഞു പോയോ? നമുക്ക് എല്ലാ അവകാശങ്ങളും വേണം. അതിന്റെ സ്വാതെല്ലാം സ്വീകരിക്കണം. എന്നിട്ട് പറയണം സമരത്തിന് കുറ്റവും പറയണം. ഇത്തരത്തിലുള്ള അരാഷ്ട്രീയമായിട്ട് സംസാരിക്കുന്ന വ്യാജേന അതിനുവേണ്ടി ഈ വിഷയത്തിന് കാവിക്കൊടിക്ക് വേണ്ടി സംസാരിക്കുന്നവര് അത് ആലോചിച്ച് ഇവിടെ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവുന്നുള്ളത് ആദ്യം കരുതുക. ഇവിടെ എന്താണ് ശിവരാജൻ പറഞ്ഞത് ഏതെങ്കിലും വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അയാളല്ലേ പറഞ്ഞോട്ടെ എന്നുള്ള രീതിക്കൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അത് അയാളെ തിരുത്തേണ്ടത് BJP ആണ്, അല്ലെങ്കിൽ RSS ആണ്. അയാളൊരു തികഞ്ഞ RSS-കാരനാണ്. ആ RSS-ഓ അല്ലെങ്കിൽ ഇതല്ലേ പറയേണ്ടത്? അവർക്ക് വേണമെങ്കിൽ ആ കൊടിയോ അല്ലെങ്കിൽ ആ രൂപമോ അല്ലെങ്കിൽ സിംഹം നമ്മുടെ പിന്നെ ദേശീയ മൃഗമാണോ സിംഹം? ആ നമ്മുടെ മാപ്പാണോ അതിനകത്ത് ബാക്കിൽ കാണിച്ചിരിക്കുന്നത്? അപ്പൊ ഇതൊന്നും കാണിക്കാത്ത ഭരണഘടനാ വിരുദ്ധമായ ഒരു പടം കാണിച്ചുകൊണ്ട് ഇതാണ് നമ്മുടെ ഭാരതാംബ എന്ന് പറഞ്ഞ് ഗവർണർ കാണിക്കുന്നത് തോന്നിയവാസമല്ലേ? അദ്ദേഹത്തിന് തോന്നിയതുപോലെ ചെയ്യുന്നതിനെയാണ് തോന്നിയവാസം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ ഒരു ഭരണഘടനാ സ്ഥാപനമായ രാജ്ഭവനെ വെക്കുന്നത്? സംഘീഭവനൊന്നുമല്ല അത് ഈ നാട് നമ്മുടെ പൈസ, നമ്മുടെ കാശ് കൊടുത്ത് ജനങ്ങള് കഷ്ടപ്പെട്ട് അവന്റെ വേർപ്പിന്റെ അധ്വാനം കൊടുത്തിട്ടാണ് അവരെയൊക്കെ തീറ്റി പോറ്റുന്നത്.
ആ തീറ്റി പോറ്റുന്നവരാണ്. ഇനിയിപ്പോ ഈ സർക്കാരാണ് അതുപോലെ വേറെ എന്തെങ്കിലും കാണിച്ചാൽ നമ്മൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ആര് ചെയ്യുന്നു അതിനെതിരെ രാഷ്ട്രീയമൊക്കെ മറ്റു കാര്യങ്ങൾ അതിനെതിരെയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് സംസാരിക്കേണ്ടത്. ഇന്നും പോയി ഈ പറയുന്ന കാവിക്കൊടി പിടിച്ച ഒരു വനിതയെ കൊണ്ട് നിർത്തിയിട്ട് ചെയ്തിരിക്കുകയാണ് വീണ്ടും. ഇതെന്താണ് ഇത് ഇവിടെ നമ്മൾ ഇതിനെതിരെ സംസാരിക്കണ്ടേ? ഇതിനെതിരെ പറയുമ്പോൾ വിലക്കയറ്റത്തെ കുറിച്ച് സംസാരിക്കൂ, അതൊക്കെ എത്രയോ സംസാരിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്തൂടെ പോകുന്നു. ഇതാണ് ഇന്നത്തെ വിഷയം. ഈ വിഷയത്തിനെതിരെ നമ്മൾ സമരം ചെയ്യുമ്പം ആ സമരത്തിനെ അരാഷ്ട്രീയമായി ചിത്രീകരിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്. അതാണ് അവർക്ക് പെട്ടെന്ന് എളുപ്പം പറയാൻ. ഇതിനെതിരെ സമരം ചെയ്യണം. നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ ഇതുപോലെ തന്നെ മനുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ആ കാര്യത്തിൽ വിട്ടുകൊടുക്കാതെ പറഞ്ഞതിന്. നിങ്ങളും എല്ലാം ഒരുമിച്ച് ചേരുന്നവരാണ് നമ്മുടെ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോ ഇനി വരുന്ന തലമുറ ആ പതാകയെ ഏത് രീതിയിലായിരിക്കും കാണുന്നത്? എന്ത് ദേശസ്നേഹമായിരിക്കും അവർക്ക് ഉണ്ടാകുക? എന്ത് ദേശീയതയായിരിക്കും ഉണ്ടാകുക? എങ്ങനെയായിരിക്കും നമ്മുടെ രാജ്യത്തെ അഭിമാനപൂർവ്വം നമ്മൾ കൊണ്ടാടുക? ഇത്തരത്തിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പോകുമ്പം ചൂണ്ടുപലകയാവേണ്ടത് മാധ്യമങ്ങൾ തന്നെയാണ്. മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളുമാണ്. അവർ സമരം ചെയ്യും. ആ സമരത്തിനെ കളിയാക്കുന്നവരെ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. താങ്ക് യു മനു. ഓക്കെ, ശരി. അതാണ് ദീപുവിൻ്റെ പ്രതികരണം. ഓക്കെ, അപ്പോൾ ഉണ്ണികൃഷ്ണനെ ചിലർ പിന്തുണയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു കുഴപ്പവും ഇല്ലാതെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുകയാണ് എന്ന് പറയുന്നു മോൻസാക്ക്. ഓക്കെ, കാശ്മീരിൽ ത്രിവർണ്ണ പതാകയും ഇന്ത്യൻ ഭരണഘടനയും സ്ഥാപിച്ചത് BJP ഗവൺമെൻറ്റാണ് എന്ന് ഗ്ലാഡിയേറ്റർ എന്നോട് പറയുന്നു. BJPക്ക് അധികാരം കിട്ടിയാൽ പിണറായിക്ക് അധികാരം കിട്ടിയതുപോലെ ഇരിക്കും എന്ന് ജയകുമാർ പറയുന്നു. അങ്ങനെ രാഷ്ട്രീയ യോജിപ്പുകൾ ഇതെല്ലാം ഉണ്ട്. ഏതായാലും ഇന്ന് ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് പകരം അത് കാവി നിറത്തിലാക്കുന്നതാണ് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് ഒരു BJP നേതാവ് വ്യക്തമാക്കുകയാണ്. മാത്രവുമല്ല, അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോട് സാമ്യമുള്ളൊരു കൊടിയാണ് എന്ന തരത്തിൽ അവരത് ഉപേക്ഷിക്കണം എന്നും കൂടി അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. ഇന്ത്യൻ ചരിത്രം അറിയാത്ത സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇറ്റാലിയൻ കൊടി ഉപയോഗിക്കട്ടെ എന്ന് പരിഹസിക്കുകയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സുപ്രധാനമായ ഒരു ഘടകമാണ് നമ്മുടെ പതാക. ആ പതാക നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. അത് സ്വാതന്ത്ര്യ സമരകാലത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന നമ്മുടെ അഭിമാന സ്തംഭമാണ്. അത് ഈ നാട് നെഞ്ചേറ്റിയത് ഈ ദീർഘകാലം ഉണ്ടായിരുന്ന അടിമത്തത്തിൽ നിന്ന് സ്വയം പൊരുതി നേടി കരകയറിയപ്പോൾ ഉണ്ടായ വിജയമാണ്. ആ വിജയമാണ് ആ പതാകയിലൂടെ പ്രതിഫലിക്കുന്നത്. അതിനെ നമ്മൾക്ക് അപമാനിക്കാനുള്ള അവകാശമില്ല. കാരണം അത് നൂറായിരക്കണക്കിന് മനുഷ്യർ അവരുടെ ത്യാഗനിർഭരമായ ജീവിതം കൊണ്ട് ഈ നാട്ടിൽ ഉയർത്തിക്കെട്ടിയ ഒന്നാണ്. ആ പതാകയ്ക്ക് ഒരു വലിയ കഥ പറയാനുണ്ട്. അത് ഈ നാടിൽ അടിച്ചമർത്തപ്പെട്ടവൻ ഉയർത്തെഴുന്നേറ്റതിൻ്റെ കഥയാണ്. അത് ഈ നാട് എല്ലാ വ്യത്യാസങ്ങളും മറന്ന് ഒരു കൊടിക്കീഴിൽ അണിനിരന്നതിൻ്റെ യാഥാർത്ഥ്യമാണ്. അതാണ് ചരിത്രം. ആ ചരിത്രമാണ് ഇന്ത്യൻ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിക്കുന്നത്. അതാണ് ഓരോ ഇന്ത്യക്കാരിലും തിളങ്ങുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്കനുസരിച്ച് മാറേണ്ടതല്ല ത്രിവർണ്ണ പതാക എന്ന ഐക്യം എന്ന ബോധം നമുക്ക് ഉണ്ടാകേണ്ടതാണ്. ഒരു രാജ്യത്ത് ഇത് ഒരു പ്രധാനപ്പെട്ട സംഭവമേ അല്ല എന്ന് വിചാരിക്കുന്നൊരു പൗരൻ ഉണ്ടാകാനേ പാടില്ല. പതാകയും ദേശീയ ചിഹ്നങ്ങളും അഭിമാനത്തോടു കൂടിയാണ് ഇന്ത്യ കൊണ്ടു നടക്കുന്നത്. എത്രയും ദാരിദ്ര്യത്തിലും ഈ രാജ്യത്ത് ജനിക്കാനും ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞതിനും അഭിമാനം കൊള്ളുന്നവനാണ് ഓരോ ഇന്ത്യക്കാരനും. ആ കൈകളിൽ ഈ പതാക ഉയർന്നു തന്നെ ഇരിക്കും. ഝണ്ട ഊഞ്ച രഗ ഹമാരെ. നന്ദി. ഇന്നത്തെ പൊതുവേദി ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. വിവാദം ബോധപൂർവം ഉണ്ടാക്കിയതാണോ എന്നായിരുന്നു ചോദ്യം. 83% ആളുകളും അത് ബോധപൂർവമായി ഉണ്ടാക്കിയ ഒരു വിവാദം എന്ന നിലപാടാണ് എടുക്കുന്നത്. 17% ആളുകൾ പക്ഷേ അങ്ങനെ അല്ല എന്ന നിലപാടും സ്വീകരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.